പറിക്കാൻ ഇവിടെ മുൻപന്തിയിലുണ്ട്. ആ ഭാവിയും കൂടാറുണ്ടോ? ആ മിടുക്കൻ. എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ. കാട് ഫാർമറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തി നിൽക്കുന്നത് കടവൂർ വില്ലേജിൽ കടവൂർ പള്ളിയുടെ താഴെ ഷൈനി ചേച്ചിയുടെ പുരയിടത്തിലാണ്. ഈ കാണുന്ന ചെണ്ടുമല്ലിയാണ്. ഈ ചെണ്ടുമല്ലി കൃഷിയും ഇതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചേച്ചിയോട് ചോദിച്ചറിയാം. ഓണക്കാലം കഴിഞ്ഞു പോയി. ഓണവസന്തം ഇവിടെ ഓണവസന്തത്തിൻ്റെ പൊൻ കിരീടമാണ് ചേച്ചി ഇവിടെ ചാർത്തിയിരിക്കുന്നത്. ചേച്ചി നമസ്കാരം. നമസ്കാരം. എത്ര നാളായി ചേച്ചി കൃഷിയിലേക്ക് ചേച്ചി വന്നിട്ട്? ഞാൻ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ചെണ്ടുമല്ലി കൃഷി ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഒന്ന് ചെയ്തു നോക്കിയതാണ്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോയി. അതുകൊണ്ടാണ് ഈ തവണയും ചെയ്തിട്ട് വലിയ കുഴപ്പമില്ല. ഓണത്തിന് എല്ലാവരും തന്നെ ഈ സ്കൂളിലൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പൂവൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ അയൽക്കൂട്ടങ്ങളിലൊക്കെ കുറച്ച് പൂ മേടിച്ചു. പിന്നെ കുറേ ചേട്ടന്മാർ വന്നാണേലും കുറേ പൂവൊക്കെ മേടിച്ചുകൊണ്ട് പോയായിരുന്നു. വലിയ ലാഭമൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു സന്തോഷമുണ്ട് ഇത് ചെയ്തു കഴിയുമ്പോൾ. സ്വന്തമായിട്ട് വീട്ടുമുറ്റത്തൊരു നല്ല പൂന്തോട്ടം കാണുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു കൃഷിയിലേക്ക് ഇറങ്ങിയതും. ഇങ്ങനെ നട്ട് ഇത് നിൽക്കണ കാണാനും നല്ല രസമാണ് കാണാനായിട്ട്. ഈ പൂക്കൃഷി തുടങ്ങാൻ എന്താ കാരണം ഉണ്ടായേ? തുടങ്ങാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂ അത്യാവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേടിക്കണമെങ്കിൽ ദൂര സ്ഥലങ്ങളിൽ മൂവാറ്റുപുഴ തൊടുപുഴ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണം. അപ്പം നമ്മുടെ വീട്ടുമുറ്റത്ത് കുറച്ച് പൂവുണ്ടെങ്കിൽ നല്ല ഫ്രഷ് പൂവാണ്, വിഷമൊന്നും അടിക്കാതെ ഉണ്ടാക്കിയേക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ വന്നാണ് ഇത് ചെയ്തത്. ചെണ്ടുമല്ലിയുടെ തൈ ആണോ നട്ടത്? തൈ ഞങ്ങൾ കുടുംബശ്രീ വക തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുകയാണ് ചെയ്തത്. 1000 തൈ ഞങ്ങളുടെ വാർഡിലേക്ക് തന്നെ ഇറക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ 500 തൈയോളം വെച്ചതായിരുന്നു. മഴയുടെ ശക്തി കാരണം കുറേ ഒക്കെ ചീഞ്ഞു പോയായിരുന്നു. എന്നാലും കുറേയൊക്കെ കിട്ടി. എത്ര ദിവസം കൂടുമ്പോൾ ഈ പൂ പറിക്കുന്നത്? പൂ 60-ാം ദിവസം പൂവാവും. 60 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള വിളവെടുപ്പ് പിന്നീട് ഓണത്തിന് ചോദിക്കുമ്പോൾ ഒക്കെ വിളവെടുക്കും. നമ്മൾ കൃത്യമായിട്ട് അങ്ങനെ കടകളിലൊന്നും കൊണ്ട് കൊടുക്കാൻ പാകത്തിനുള്ള വിപുലമായ കൃഷി ഇല്ലാത്തതുകൊണ്ട് ആവശ്യക്കാർ വരുമ്പോൾ അവർക്ക് പറിച്ചു കൊടുക്കും. അപ്പം തന്നെ പറിച്ചു കൊടുക്കും. ആവശ്യത്തിന് നിലവിൽ പൂ തികയുന്നുണ്ടോ? ഉണ്ട്. ഇപ്പൊ എല്ലാവരും അങ്ങ് അറിഞ്ഞെത്തിയിട്ടില്ല. പാവതയുണ്ട്. എന്നാലും കുറെ പേരൊക്കെ ഈ തവണ കഴിഞ്ഞ പ്രാവശ്യത്തിലും കൂടുതൽ ആൾക്കാർ ഈ തവണ മേടിച്ചിട്ടുണ്ട്. 3 ടൈപ്പ് പൂവാണല്ലേ ഉള്ളത്? 3 ടൈപ്പ് പൂവുണ്ട്. ഇത് നട്ട് കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിയുമ്പോൾ ഇത് മുട്ടിട്ട് തുടങ്ങിയേ? ഇത് നട്ട് കഴിഞ്ഞ് 60 ദിവസം ആകുമ്പോഴത്തേക്കും ഇതിൽ പൂ വിരിയും. 40-45 ദിവസം കഴിയുമ്പോഴത്തേക്കും മുട്ടിടാൻ തുടങ്ങും. മുട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 60 ദിവസം കഴിയുമ്പം മുതൽ പൂ പറിച്ചു തുടങ്ങാം. ഇനി വിത്തായിട്ടാണ് നടാനാണോ അല്ലെങ്കിൽ ഇനി തൈയായിട്ട് നടാൻ? ഞാൻ കുറച്ച് വിത്തൊന്ന് പാകി ഇത്തവണ കുറച്ച് വിത്തൊന്ന് തൈയാക്കി മുളപ്പിച്ചെടുക്കണം എന്നൊരു പരീക്ഷണം നടത്താനായിട്ട് നോക്കുക. അതെല്ലേ? ഹൈബ്രിഡ് തൈയാണോ? അല്ലല്ലേ, ഇത് ഹൈബ്രിഡ് തൈയാണ് കിട്ടിയത്. ഇതുണ്ടോ, ഇതിന്റെയൊക്കെ വലിപ്പം കണ്ടോ? ഇത്രയും നല്ല വലിപ്പത്തിലാണ്. നല്ല വലിപ്പമുണ്ടല്ലേ? കേടുകൾ കാണുന്നുണ്ടോ? കേടുണ്ടായിരുന്നു. 1-2 തൈയൊക്കെ പോയതാണ്. ഇത് ഇവിടെയൊക്കെ നിറച്ചുണ്ടായിരുന്നതാ. ഈ മഞ്ഞയുടെ തൈ ഉണ്ടായിരുന്നത് ചീഞ്ഞു പോയി. ഇതിന് അത്രയും ചീച്ചിൽ പറ്റിയില്ല. പക്ഷെ ഈ സൈഡാണ് അധികം ചീഞ്ഞു പോയത്. ഇത്തവണ ഇച്ചിരിയോടെ വിപുലമായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇത് എന്നായിരുന്നു നട്ടത്? എന്നായിരുന്നു? ജൂൺ 20-ാം തീയതി 25-ാം തീയതി കഴിഞ്ഞിട്ടൊക്കെയാണ് നട്ടത്. ഓണം പ്രമാണിച്ച് നട്ടാണ്. ഓണം പ്രമാണിച്ച് നട്ടോ. ഓണത്തിന് കുറച്ച് പൂ ഉണ്ടാവട്ടെ എന്ന്. ഡിസംബർ വരെ പൂ കിട്ടുന്ന തോന്നുന്നല്ലേ? ഡിസംബർ വരെ പൂ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം മുട്ട ഒത്തിരി ഉണ്ടായി, ധാരാളം മുട്ട ഉണ്ടായി വന്നിട്ടുണ്ടല്ലോ. ധാരാളം മുട്ട ഉണ്ടായി വന്നുണ്ട്. ഇതിന്റെ വളപ്രയോഗ രീതികളൊക്കെ ഒന്ന് പറയാ ചേച്ചി. വളപ്രയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാരം എടുത്തപ്പോൾ കുറച്ച് എനിക്ക് ആടുണ്ട്. ആട്ടുംകാട്ടിട്ടാണ് ഞാൻ നട്ടത്. നട്ട് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം അത് പിടിച്ചു കഴിയുമ്പോൾ കുറച്ച് ചാണാനീര് കലക്കി ഒഴിക്കും. രാസവളോ രാസകീടനാശിനികളോ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാനുള്ള പരിപാടിയല്ലേ? വ്യാപിക്കാൻ ഇച്ചിരിയോടെ കുറച്ചുകൂടെ സ്ഥലമുണ്ട്. പുറവശത്ത് കുറച്ച് സ്ഥലം കൂടെ ഉണ്ട്. ഇവിടെ ഈ കടവൂര് വില്ലേജിൽ വേറെ ആരെങ്കിലും പൂക്കൃഷിയിലേക്ക് ഇതുപോലെ വന്നിട്ടുണ്ടോ? ഇതുപോലെ വന്നതായിട്ട് എന്റെ അറിവിൽ വന്നിട്ടില്ല. വേറെ ഒരു ചേച്ചി മേടിച്ചായിരുന്നു, എന്നോട് തൈ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി നട്ടിട്ട് പിന്നെ ഈ തവണ കുറെ പേര് ഓർഡർ തന്നിട്ടുണ്ട്, കുറെ തൈ മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. വിത്തിന്ന് എടുക്കാൻ പറ്റുമോ നോക്കും, പരീക്ഷിച്ച് നോക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കാരണം തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആണല്ലോ പൂവിനെ ആശ്രയിക്കുന്നത്. അപ്പൊ ഇതാണ് മറ്റുള്ളവർക്കൊരു നല്ല പൂവൊക്കെ കിട്ടണമെങ്കിൽ തമിഴ്നാട്ടിലെ പൂ വന്നാലും ഇത്രയും നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂ കിട്ടണമെങ്കിൽ കിട്ടില്ല. ഇപ്പം വന്ന പൂവാണേലും അത് വാടിപ്പറിക്കായിരിക്കുമല്ലോ വന്നേ. ഹലോ വാവേ, വാവയുടെ പേരെന്നാ?
ഡിവൈൻ എന്ന് പറയും. അമ്മേനെ സഹായിക്കാൻ വന്നാണോ? അതെയോ? പിള്ളേർ സഹായിക്കാറുണ്ടോ ചേച്ചിയുടെ കൂടെ? നോക്കണ പിള്ളേരാ ഇവര് വരും. അതെല്ലേ? ഇടയ്ക്ക് ഞാനും സഹായിക്കാന്ന് പറഞ്ഞോണ്ട് പിള്ളേരും വരും. പൂ പറിക്കാനൊക്കെ സഹായിക്കാറുണ്ടോ? പൂ പറിക്കാൻ ഇവിടെ മുൻപന്തിയിലുണ്ട്. ഭാവിയും കൂടാറുണ്ടോ? മിടുക്കൻ. പിള്ളേർക്ക് ഒരു സന്തോഷമാണല്ലോ അല്ലേ? പിള്ളേർക്ക് പൂ കാണണം. ഇവൾക്ക് പൂ ഭയങ്കര ഇഷ്ടമാണ്. ഇവള് സ്കൂളില് ചെന്ന് പറഞ്ഞ് ഇവിടുന്ന് 10 തൈയോളം സ്കൂളിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. മിടുക്കി. എന്നാ ഭാവി പറയുന്നേ? കൊച്ചും കൊണ്ടുപോയിട്ടുണ്ടെന്നാ പൂവ്. ഓണത്തിന് അവന്റെ ഭാവിയും കൊണ്ടുപോയിട്ടുണ്ടോ സ്കൂളിലേക്ക്? അംഗൻവാടിയിലേക്ക് പൂ പറിച്ചോണ്ട് പോയത് ഇവിടുന്ന. അതെയോ? മോക്കടെ സ്കൂളിലേക്കും പൂ പറിച്ചോണ്ട് പോയി. ഇത് ഈ ഇട കിട്ടിയ പുതിയൊരു കളറാണ്. ഈ തോണ കൊണ്ടുവന്ന് ബന്ധിക്കകത്തുനിന്ന് കിട്ടിയ ഒരു തൈയാണിത്. ഈ ഒരു തൈയാണ് ഇതിനകത്ത് കിട്ടിയേക്കണത്. ഇത് കടുമഞ്ഞ, ഇത് ഇളമഞ്ഞ, ഇങ്ങനെ 3 കളറാണ് ഇപ്പൊ കിട്ടിയേക്കണത്. അപ്പൊ ഇത് 3 കളറല്ലേ? 3 കളറ്. എല്ലാം ഒരുവിധം വലിപ്പമുണ്ട്. ഈ പൂവിനും വലിപ്പമുണ്ട്. ഈ ഒരു തൈ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അത് പൂവിന്റെ തിക്നെസ് കാര്യങ്ങളെല്ലാം കറക്റ്റ് അല്ലേ ചേച്ചി? വലിപ്പമൊക്കെ കറക്റ്റ് അല്ലേ? വലിപ്പമൊക്കെ ഉണ്ട് എല്ലാം. ഈ മഞ്ഞയ്ക്കാണ് ഇച്ചിരിയോടെ വലിപ്പം കൂടുതൽ. ഈ മഞ്ഞയ്ക്കല്ലേ? ഈ മഞ്ഞയാണ് നല്ല വലിപ്പത്തിൽ ഉണ്ടായേക്കണ മഞ്ഞ ഇതാണ്. അതെല്ലേ? സുഹൃത്തുക്കളെ, എറണാകുളം ജില്ലയിലെ കടവൂർ വില്ലേജിൽ പൂക്കൃഷിയിലൂടെ നല്ല ഒരാദായം കൈവരിക്കാൻ സാധിക്കുമെന്ന് ഈ ഷൈനി ചേച്ചി തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഷൈനി ചേച്ചിയുടെ ആ കഴിവിനെ പ്രശംസിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവിധ അനുമോദനങ്ങളും ചേച്ചിക്ക് അറിയിക്കുകയാണ്. സീസണില്ലാതെ എല്ലാ സമയങ്ങളിലും തുടർച്ചയായിട്ട് പൂ കിട്ടുന്ന ഒരു കൃഷി ചേച്ചി അവലംബിക്കട്ടെ. ഈ നാട്ടിലേക്കുള്ള പൂക്കൾ ചേച്ചി കൃഷി ചെയ്യട്ടെ. ഇനി കൃഷിയുടെ 10 ഇരട്ടി കൃഷി ഇവിടുന്ന് ചെയ്യാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ഓക്കെ, ബൈ.